ഈജിപ്തിലേക്കുള്ള പലായനം. എൻ്റെ അരൂപി ഈ ദർശനം കാണുന്നു. സമയം രാത്രിയാണ്. ജോസഫ് തൻ്റെ ചെറിയ കിടക്കയിൽ കിടന്നുറങ്ങുന്നു. മുറി വളരെ ചെറുതാണ്. ദിവസം മുഴുവൻ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്ത ശേഷമുള്ള മനുഷ്യൻ്റെ സമാധാനപൂർണമായ ഉറക്കം. തുറന്നു കിടക്കുന്ന ജനലിലൂടെ ചന്ദ്രിക മുറിക്കുള്ളിലേക്ക് കടക്കുന്നതിനാൽ ഇരുട്ടുള്ള മുറിയിൽ എനിക്ക് അദ്ദേഹത്തെ കാണാം. ജനൽ തുറന്നിട്ടിരിക്കുന്നത് ഒന്നുകിൽ മുറിയിൽ ചൂടായിട്ട്, അല്ലെങ്കിൽ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ പ്രവേശിച്ച് തന്നെ ഉണർത്തുന്നതിനു വേണ്ടി. ഒരു വശം ചരിഞ്ഞാണ് ജോസഫ് കിടക്കുന്നത്. എന്തോ സ്വപ്നം കണ്ട് പുഞ്ചിരിക്കുന്നുണ്ട്. എന്നാൽ പുഞ്ചിരി പെട്ടെന്ന് ആകാംക്ഷയായി മാറുന്നു. ഏതോ പേടി സ്വപ്നം കണ്ടെന്ന പോലെ ദീർഘനിശ്വാസം ഉതിർക്കുകയും ഞെട്ടി ഉണരുകയും ചെയ്യുന്നു. കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് കണ്ണു തിരുമി ചുറ്റും നോക്കുന്നു. നേരിയ വെളിച്ചം പ്രവേശിക്കുന്ന ജനലിലേക്ക് നോക്കുന്നു. നേരം അർദ്ധരാത്രിയാണ്. കിടക്കയുടെ അടിഭാഗത്ത് കിടക്കുന്ന കുപ്പായമെടുത്ത് കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ധരിക്കുന്നു. ശരീരത്തോട് ചേർന്ന് ഒരു ചെറിയ ഉടുപ്പ് മാത്രമേ ഉറങ്ങുമ്പോൾ ധരിച്ചിരുന്നുള്ളൂ. പുതപ്പ് നീക്കി കാൽ തറയിൽ വെച്ച് ചെരുപ്പുകൾ അന്വേഷിക്കുന്നു. അവ ധരിച്ച് കെട്ടിയുറപ്പിച്ച ശേഷം എഴുന്നേറ്റ് കിടക്കയ്ക്കെതിരെയുള്ള വാതിൽക്കലേക്ക് പോകുന്നു. പൂജകരെ സ്വീകരിച്ച വലിയ മുറിയിലേക്കുള്ള വാതിൽക്കലേക്കല്ല, വിരൽത്തുമ്പ് കൊണ്ട് മെല്ലെ മുട്ടുന്നു. അകത്തേക്ക് വരിക എന്നൊരു സ്വരം തന്നോട് പറഞ്ഞു കാണണം. കാരണം വാതിൽ മെല്ലെ തുറന്ന് അല്പം പോലും ശബ്ദം കേൾപ്പിക്കാതെ തുറന്നു തന്നെ ഉറപ്പിച്ചു നിർത്തുന്നു. ഒരു ചെറിയ എണ്ണവിളക്ക് കയ്യിലുണ്ട്. ആ വെളിച്ചത്തിൽ അകത്തേക്ക് കടക്കുന്നു. ആ മുറി തൻ്റെ മുറിയേക്കാൾ സ്വല്പം കൂടി വലുതാണ്. തൊട്ടിലിന് സമീപം പൊക്കം കുറഞ്ഞൊരു കിടക്കയുണ്ട്. ഒരു മൂലയിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജ്വാല ഒരു ചെറിയ നക്ഷത്രം പോലെ. ആ നേരിയ സ്വർണ്ണപ്രഭയിൽ മുറിയിലുള്ളതെല്ലാം കാണാം. മേരി ഉറങ്ങുകയല്ല. തൊട്ടിലിന് സമീപം മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉറക്കത്തിനുള്ള ഉടുപ്പ് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. സമാധാനത്തോടെ ഉറങ്ങുന്ന ശിശുവിനെ അവൾ നോക്കുന്നു. ശിശുവിന് പൂജകർ വന്നപ്പോൾ കണ്ട പ്രായം തന്നെ തോന്നിക്കുന്നു. 1 വയസ്സിനോട് അടുത്ത് കാണും. സുന്ദരനായ ശിശു. നല്ല റോസ് നിറം, അഴകേറിയ ശിരസ്. ചുരുണ്ട മുടിയുള്ള ആ ശിരസ് തലയണയിൽ താഴ്ത്തി കൈ ചുരുട്ടി താടിക്കടിയിൽ കുറുകെ വെച്ചാണ് ഉറക്കം. നീ ഉറങ്ങുന്നില്ലേ? ജോസഫ് അത്ഭുതത്തോടെ ചോദിക്കുന്നു. എന്താണ് ഉറങ്ങാത്തത്? ഈശോയ്ക്ക് വല്ല അസുഖവുമാണോ? ഓ, ഒന്നുമില്ല. ഈശോയ്ക്ക് അസുഖമൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഉറങ്ങിക്കൊള്ളാം. മുട്ടുകുത്തി നിന്നുകൊണ്ട് തന്നെ മേരി പറയുന്നു. ജോസഫ് എന്തിനാണ് വന്നത്? ശിശു ഉണരാതിരിക്കാനായി ജോസഫ് താഴ്ന്ന സ്വരത്തിൽ പറയുന്നു. എങ്കിലും ഉത്കണ്ഠയോടെയാണ് പറയുന്നത്. ഉടനെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകണം. ഉടനെ തന്നെ. പണപ്പെട്ടി എടുത്തുകൊള്ളുക. ഒരു ചാക്കിൽ എടുക്കാവുന്നിടത്തോളം അത്യാവശ്യ സാധനങ്ങളും എടുത്തുകൊള്ളുക. ശേഷമുള്ളത് ഞാൻ ചെയ്തു കൊള്ളാം. എനിക്ക് വഹിക്കാവുന്നിടത്തോളം ഞാനും എടുക്കാം. പുലർച്ചെയാകുമ്പോഴേക്കും നമുക്ക് രക്ഷപ്പെടണം. അതിനു മുൻപ് തന്നെ പോകാമായിരുന്നു. എന്നാൽ വീട്ടുടമയോട് പറയണമല്ലോ. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകേണ്ടത്? പിന്നീട് ഞാൻ പറയാം. ഈശോ നിമിത്തമാണ്. ഒരു ദൈവദൂതൻ എന്നോട് പറഞ്ഞു, ശിശുവിനെയും അവൻ്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിൽ പോയി രക്ഷപ്പെടുക. സമയം ഒട്ടും കളയരുത്. എനിക്കാവുന്നതെല്ലാം ഞാൻ ചെയ്യാൻ പോവുകയാണ്. സമയം നഷ്ടപ്പെടുത്തരുതെന്ന് മേരിയോട് പറയേണ്ട ആവശ്യമില്ല. ദൈവദൂതനെന്നും ഈശോ രക്ഷപ്പെടുക എന്നുമെല്ലാം കേട്ടപ്പോൾ ഈശോയുടെ ജീവൻ അപകടത്തിലാണെന്ന് മേരിക്ക് മനസ്സിലായി. മേരി ചാടി എണീറ്റു. ഒരു കൈ മാറോട് ചേർത്ത് വെച്ചിരിക്കുന്നു. മുഖം മെഴുകുപോലെ വിളറി വെളുത്തു. ആകെ വിഷമിച്ചു. ഹൃദയം തകരുന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവം എല്ലാം ചെയ്യുന്നു. വേഗത്തിൽ വസ്ത്രങ്ങളെല്ലാം പണപ്പെട്ടിയിലാക്കി. സാധനങ്ങൾ ഓരോന്ന് ചാക്കിനകത്ത് വെക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തൊട്ടിലേക്ക് നോക്കുന്നു. ഈശോ ശാന്തമായി ഉറങ്ങുകയാണ്. സഹായം വല്ലതും വേണോ? തുറന്നിട്ടിരിക്കുന്ന വാതിൽക്ക് വന്ന് ജോസഫ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു. വേണ്ട, വളരെ ഉപകാരം. ഓരോ പ്രാവശ്യവും മേരി ഉത്തരം പറയുന്നു. ചാക്കു നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല ഭാരമായി. അവൾ ജോസഫിനെ വിളിക്കുന്നു. അത് കെട്ടി കിടക്കയിൽ നിന്നും മാറ്റണമല്ലോ. ജോസഫിന് സഹായമൊന്നും വേണ്ട. തന്നെ ചെയ്യുന്നതാണിഷ്ടം. നീളമുള്ള ആ ചാക്ക് ജോസഫ് സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ കമ്പിളിപ്പുതപ്പുകളും എടുക്കട്ടെ? മേരി ചോദിക്കുന്നു. എടുക്കാവുന്നിടത്തോളം എടുത്തുകൊള്ളുക. ബാക്കിയുള്ളതെല്ലാം നഷ്ടപ്പെടും. നിനക്ക് എടുക്കാവുന്നിടത്തോളം എടുത്തുകൊള്ളുക. സാധനങ്ങളെല്ലാം വേണ്ടിവരും. കാരണം വളരെ നാളത്തേക്ക് നമ്മൾ ദൂരെയായിരിക്കും. ഇത് ദുഃഖത്തോടെയാണ് ജോസഫ് പറയുന്നത്. മേരിയുടെ വികാരങ്ങളും നമുക്ക് ഊഹിക്കാവുന്നതാണ്. ദീർഘശ്വാസം ഉതിർത്തുകൊണ്ട് മേരി സ്വന്തം കമ്പിളിപ്പുതപ്പും ജോസഫിൻ്റെ കമ്പിളിപ്പുതപ്പും മടക്കിയെടുക്കുന്നു. അവ ഒരു കയറുകൊണ്ട് കെട്ടുന്നതിനിടയിൽ ജോസഫ് പറയുന്നു, പായും കോസടിയും
ചെറുമെത്ത ഉപേക്ഷിക്കാം. 3 കഴുതകളുണ്ടെങ്കിൽ പോലും അവക്ക് വഹിക്കാവുന്നതല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. വളരെ ദീർഘവും വിഷമം നിറഞ്ഞതുമായ ഒരു യാത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില പർവ്വത പ്രദേശങ്ങളിലൂടെയും കുറേ മണലാരണ്യങ്ങളിലൂടെയും പോകേണ്ടി വരും. ഈശോയെ നല്ലവണ്ണം പുതപ്പിക്കണം. പർവ്വത പ്രദേശങ്ങളിലും മരുഭൂമിയിലും രാത്രിയിൽ കഠിനമായ തണുപ്പുണ്ട്. പൂജകർ തന്ന സമ്മാനങ്ങളെല്ലാം ഞാൻ എടുക്കുകയാണ്. കാരണം അവയെല്ലാം അവിടെ വളരെ ഉപകരിക്കും. എൻ്റെ പക്കലുള്ള പണം മുഴുവൻ കൊടുത്ത് 2 കഴുതകളെ വാങ്ങാൻ പോകുകയാണ്. കഴുതകളെ തിരിച്ചയക്കാൻ സാധിക്കാത്തത് കൊണ്ട് വാങ്ങാതിരിക്കാൻ പറ്റുകയില്ല. നേരം പുലരുന്നതിന് മുൻപ് ഞാൻ പോകുന്നു. കഴുതകളെ എവിടെ കിട്ടുമെന്ന് എനിക്കറിയാം. മേരിയെല്ലാം ഒരുക്കി തയ്യാറായിരിക്കുക. ഇത് പറഞ്ഞ് ജോസഫ് പുറത്തേക്ക് പോകുന്നു. മേരി ഏതാനും സാധനങ്ങളും കൂടി എടുത്ത് അടുക്കി കെട്ടിവെക്കുന്നു. പിന്നീട് ഈശോയെ ഒന്ന് നോക്കിയ ശേഷം പുറത്തിറങ്ങി ഏതാനും ചെറിയ ഉടുപ്പുകളും എടുത്തുകൊണ്ടുവരുന്നു. അവ ശരിക്ക് ഉണങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. തലേദിവസം കഴുകിയിട്ട ഉടുപ്പുകളായിരിക്കാം. ആ ഉടുപ്പുകൾ മടക്കി പൊതിഞ്ഞ് അവയും മറ്റു സാധനങ്ങളും കൂടെ വയ്ക്കുന്നു. ഇനിയൊന്നുമില്ല. അവൾ ചുറ്റും നോക്കുന്നു. ഒരു മൂലയിൽ ഈശോയുടെ കളിപ്പാട്ടങ്ങളിൽ ഒന്ന് കാണുന്നു. തടിയിൽ പണിതിരിക്കുന്ന ചെറിയ ആട്. കരഞ്ഞുകൊണ്ട് അവൾ അതെടുത്ത് ചുംബിക്കുന്നു. തടിയിന്മേൽ ഈശോയുടെ കൊച്ചു പല്ലുകൾ ഉണ്ടാക്കിയ പാടുകൾ കാണാം. ആടിൻ്റെ ചെവി രണ്ടും കടിച്ച് മിക്കവാറും തീർത്തിട്ടുണ്ട്. ഒരു വിലയുമില്ലാത്ത ആ സാധനം മേരി എടുത്ത് തലോടുന്നു. വില കുറഞ്ഞ മോശമായ തടി. എന്നാൽ മേരിക്കത് അമൂല്യമാണ്. കാരണം ജോസഫിന് ഈശോയോടുള്ള സ്നേഹത്തെക്കുറിച്ചും അവളുടെ ശിശുവിനെക്കുറിച്ചും അത് അവളോട് സംസാരിക്കുന്നു. അടച്ച പെട്ടിപ്പുറത്ത് മറ്റു സാധനങ്ങളും കൂടെ ഇതും മേരി എടുത്തു വയ്ക്കുന്നു. ഇനിയൊന്നും ചെയ്യാനില്ല. തൊട്ടിലിൽ കിടക്കുന്ന ഈശോ മാത്രമേ ഉള്ളൂ. ഈശോയെയും ഒരുക്കണമെന്ന് മേരി ചിന്തിക്കുന്നു. അവൾ തൊട്ടിലരികെ ചെന്ന് ശിശുവിനെ ഉണർത്തുന്നതിനായി മെല്ലെ ഒന്ന് കുലുക്കുന്നു. ഉണ്ണി ഒന്ന് ഞരങ്ങിയ ശേഷം തിരിഞ്ഞു കിടന്ന് വീണ്ടും ഉറക്കമാണ്. മേരി ഉണ്ണിയുടെ ശിരസിൽ മെല്ലെ തടവുന്നു. ഈശോ ചെറിയ അധരങ്ങൾ തുറന്ന് കോട്ടുവായിടുന്നു. മേരി കുനിഞ്ഞ് ആ കവളുകളിൽ ചുംബിക്കുന്നു. ഈശോ ശരിക്കും ഉണർന്ന് കണ്ണു തുറന്ന് അമ്മയെ കാണുന്നു. പുഞ്ചിരി തൂകിക്കൊണ്ട് കൈകൾ രണ്ടും അമ്മയുടെ മാറിലേക്ക് നീട്ടുന്നു. അതെ അമ്മയുടെ സ്നേഹമേ, അതെ, നിനക്ക് പാല് കുടിക്കണം. പതിവുള്ള സമയത്തിന് മുൻപ് കുടിക്കണം. നിന്റെ അമ്മയുടെ മുല കുടിക്കാൻ നീ എപ്പോഴും തയ്യാറാണ്. എൻ്റെ പരിശുദ്ധനായ ആട്ടിൻകുഞ്ഞെ. ഈശോ ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നു. പുതപ്പിനുള്ളിൽ നിന്ന് കാലുകൾ വെളിയിലാക്കി ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്നു. ശിശുക്കളെല്ലാം ചെയ്യുന്നത് പോലെ കൈകളിളക്കി സന്തോഷം കാണിക്കുന്നു. എത്ര ഇമ്പകരമായ കാഴ്ച. കാലുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ചവിട്ടി ഉന്തിക്കൊണ്ട് തല അമ്മയുടെ മാറിൽ കുത്തി വളഞ്ഞ് സ്വല്പനേരം നിൽക്കുന്നു. എന്നിട്ടും മറിഞ്ഞ് നേരെ വീണ് കിടന്ന് ചിരിക്കുന്നു. മേരിയുടെ ഉടുപ്പിൻ്റെ കഴുത്തിന് പിടിപ്പിച്ചിട്ടുള്ള ചരടുകൾ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉടുപ്പിൻ്റെ കഴുത്ത് തുറക്കാൻ ശ്രമിക്കുന്നു. ചെറിയ ലിനൻ ഷർട്ട് ധരിച്ചിരിക്കുന്ന ഉണ്ണി നല്ലവണ്ണം ഉരുണ്ട് റോസ് നിറമുള്ള ഒരു പുഷ്പം പോലെ സുന്ദരനാണ്. മേരി കുനിഞ്ഞ് തൊട്ടിലിനുള്ളിലൂടെ നോക്കുന്നു. രക്ഷപ്പെടാൻ നോക്കുന്നത് പോലെ. അവൾ പുഞ്ചിരിക്കുകയും അതേസമയം കരയുകയും ചെയ്യുന്നു. ഉണ്ണി നിർത്താതെ വർത്തമാനം പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ സാധാരണ കുട്ടികൾ പറയുന്നത് പോലെയല്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്ന് പറയുന്നത് വ്യക്തമായിട്ടാണ്. അത്ഭുതത്തോടെ അമ്മയെ നോക്കുന്നു. അമ്മ കരയുന്നത് കാണുമ്പോഴുള്ള അത്ഭുതം. കണ്ണുനീർ ഒഴുകിയതിനാൽ പ്രകാശിക്കുന്ന ചാലുകൾ ഉണ്ണി കൈകൊണ്ട് തലോടുന്നു. അങ്ങനെ കൊച്ചുകരം നനയുന്നു. ഓമനത്വത്തോടെ അമ്മയുടെ മാറിലേക്ക് വീണ്ടും ചാരി നിൽക്കുന്നു. മേരി ഉണ്ണിയുടെ മുടിയിൽ ചുംബിച്ച് അവനെ കൈകളിലെടുത്ത് ഇരുന്നു കൊണ്ട് ഉടുപ്പ് ധരിപ്പിക്കുന്നു. രോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിപ്പിച്ച ശേഷം കാലിൽ ചെരുപ്പുകൾ ഇടിവിക്കുന്നു. അവയുടെ ചരട് കെട്ടുന്നു. പിന്നീട് മുല കൊടുക്കുന്നു. ഉണ്ണി ആർത്തിയോടെ മുലപ്പാൽ വലിച്ചു കുടിക്കുന്നു. മെല്ലെ അമ്മയുടെ മാറിൽ ഉറങ്ങുന്നു. മേരി വളരെ സാവധാനത്തിൽ എഴുന്നേറ്റ് ഉണ്ണിയെ കിടക്കയിലുള്ള കോസടിയിൽ കിടത്തുന്നു. അവളുടെ പുറംകുപ്പായം കൊണ്ട് ശിശുവിനെ മൂടുന്നു. തിരിച്ച് തൊട്ടിലേക്ക് ചെന്ന് അതിലെ ചെറിയ പുതപ്പുകൾ മടക്കുന്നു. ചെറിയ മെത്തയും എടുക്കണോ എന്ന് ചിന്തിക്കുന്നു. അത് തീരെ ചെറുതല്ലേ, അതും എടുക്കാം. അതും തലേണയും കൂടിയെടുത്ത് നേരത്തെ വെച്ചിരുന്ന സാധനങ്ങളുടെ പെട്ടിപ്പുറത്ത് വെക്കുന്നു. ശൂന്യമായ തൊട്ടിലിനെ നോക്കി മേരി കരയുന്നു. പാവം അമ്മ. പുത്രൻ നിമിത്തം പീഡിപ്പിക്കപ്പെടുന്ന അമ്മ. ജോസഫ് തിരിച്ചു വരുന്നു. മേരി തയ്യാറായോ? ഈശോയെ ഒരുക്കിയോ? ഉണ്ണിയുടെ പുതപ്പുകളും ചെറിയ കിടക്കയും എടുത്തോ? ഉണ്ണിയുടെ തൊട്ടിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. എന്നാൽ
ചെറിയ മെത്തയെടുക്കാം. സാധു കുഞ്ഞ്, അവൻ്റെ മരണമാണ് അവർ ആഗ്രഹിക്കുന്നത്. ജോസഫേ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് മേരി ജോസഫിൻ്റെ കൈത്തണ്ടിൽ പിടിക്കുന്നു. അതേ മേരി, അവൻ്റെ മരണം. അവൻ മരിക്കണമെന്നാണ് ഹെറോദേസ് ആഗ്രഹിക്കുന്നത്. കാരണം അയാൾക്ക് ശിശുവിനെ ഭയമാണ്. ഹെറോദേസ് ദുഷിച്ച മൃഗം. അവൻ്റെ രാജ്യനിമിത്തം നിഷ്കളങ്കനായ ശിശുവിനെ ഭയപ്പെടുന്നു. ശിശു രക്ഷപ്പെട്ടെന്നറിയുമ്പോൾ അവൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആ സമയം നമ്മൾ വളരെ ദൂരെ എത്തിക്കഴിയും. ഗ്ലീല വരെ ശിശുവിനെ അന്വേഷിക്കാൻ പ്രതികാര ബുദ്ധി നിർബന്ധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഗ്ലീലാക്കാരാണെന്ന് കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. നസ്രസിൽ നിന്നുള്ളവരാണെന്ന് നമ്മൾ ആരാണെന്നും കണ്ടുപിടിക്കുക അതിലേറെ വിഷമമായിരിക്കും. തൻ്റെ സേവകനാകുന്നതിൻ്റെ നന്ദിയായി പിശാച് അയാളെ സഹായിച്ചെങ്കിൽ മാത്രമേ നമ്മെ കണ്ടുപിടിക്കുകയുള്ളൂ. എന്നാൽ അങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെ ദൈവം നമ്മെ സഹായിക്കും. മേരി കരയാതെ. മേരി കരയുന്നത് കാണുന്നതാണ് അഭയാർത്ഥിയായി അന്യരാജ്യത്തേക്ക് ഓടിപ്പോകുന്നതിനേക്കാൾ എനിക്ക് പ്രയാസം. എന്നോട് ക്ഷമിക്കണേ ജോസഫേ. എന്നെ ഓർത്തല്ല, നഷ്ടപ്പെടുന്ന സാധനങ്ങളെ ഓർത്തുമല്ല ഞാൻ കരയുന്നത്. ജോസഫിനെ ഓർത്താണ് ഞാൻ കരയുന്നത്. ഇപ്പോൾ തന്നെ ജോസഫ് എത്ര കഷ്ടപ്പാടുകളാണ് സഹിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വീണ്ടും പണി തരാൻ ആളില്ലാതെയാകും. വീടുമില്ല. ഞാൻ നിമിത്തം എത്രമാത്രം ജോസഫ് സഹിക്കുന്നു. ഇല്ല മേരി, നീ എനിക്കൊരു ബുദ്ധിമുട്ടും വരുത്തുന്നില്ല. നീ എന്നെ ആശ്വസിപ്പിക്കുന്നു, എപ്പോഴും ആശ്വസിപ്പിക്കുന്നു. ഭാവിയെ ഓർത്ത് വിഷമിക്കേണ്ട. പൂജകർ തന്ന സമ്മാനങ്ങൾ നമുക്കുണ്ടല്ലോ. ആദ്യ ദിവസങ്ങളിലെ ജീവിത ചെലവുകൾക്ക് അത് മതിയാകും. പിന്നെ എനിക്ക് ജോലി കിട്ടും. കഴിവുള്ള ഒരു നല്ല തൊഴിലാളിക്ക് ജീവിതത്തിന് എവിടെയും മാർഗമുണ്ടാകാതിരിക്കുകയില്ല. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നീ കണ്ടതല്ലേ. എനിക്ക് കിട്ടിയ പണിയെല്ലാം തീർക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ലല്ലോ. എനിക്കറിയാം. എന്നാൽ സ്വന്തം നാട് കാണാതിരിക്കുന്നതിലുള്ള വിഷമത്തിൽ നിന്ന് ആര് മുക്തി നൽകും? അപ്പോൾ മേരിയുടെ ദുഃഖമോ? മേരിക്ക് എത്രമാത്രം ഇഷ്ടമല്ല വീടാണിത്. ഇത് ഇനി കാണാനുള്ള ആഗ്രഹത്തിന് ആര് നിവൃത്തിയുണ്ടാക്കും? ഈശോയുള്ളപ്പോൾ വീട്ടിലുള്ളതെല്ലാം എനിക്കുണ്ടായിരിക്കും. എനിക്കും ഈശോയുണ്ടെങ്കിൽ എൻ്റെ ജന്മദേശവുമുണ്ട്. ഏതാനും മാസങ്ങൾ മുമ്പ് വരെ എൻ്റെ ജന്മനാട്ടിലെ ജീവിതത്തെക്കുറിച്ചായിരുന്നു പ്രതീക്ഷ. എൻ്റെ ദൈവം എനിക്കുണ്ട്. എല്ലാ സാധനങ്ങളെക്കാൾ ഞാൻ വിലമതിക്കുന്നത് എനിക്ക് നഷ്ടമാകുന്നില്ല എന്ന് മേരി കാണുന്നുണ്ടല്ലോ. ഈശോ രക്ഷിക്കുക എന്നതു മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്കെല്ലാമുണ്ട്. ഇനി ഈ ആകാശം നമ്മൾ ഒരിക്കലും കാണുകയില്ലെങ്കിലും ഈ നാടോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗലീലിയ രാജ്യമോ നമ്മൾ ഇനിയൊരിക്കലും കാണുകയില്ലെങ്കിലും ഈശോ നമുക്കുള്ള ആയതുകൊണ്ട് നമുക്കെല്ലാമുണ്ട്. വരൂ മേരി, നേരം പുലർന്നു. നമ്മുടെ വീട്ടുടമയോട് വിട ചോദിക്കാൻ സമയമായി. സാധനങ്ങളെല്ലാം ഉടനെ കയറ്റുകയും വേണം. എല്ലാം ശുഭമായിരിക്കും. മേരി അനുസരണയോടെ എഴുന്നേൽക്കുന്നു. അവൾ പുറംകുപ്പായം ധരിക്കുന്നു. ഈ സമയം ജോസഫ് ഒരു കെട്ടുകൂടി തയ്യാറാക്കി അതും കൊണ്ട് പുറത്തേക്കിറങ്ങുന്നു. മേരി ശിശുവിനെ മെല്ലിയെടുത്ത് ഒരു ഷോൾ കൊണ്ട് പൊതിഞ്ഞ് തൻ്റെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുന്നു. തനിക്ക് ആതിഥ്യമരുളിയ ചുമരുകളെ നോക്കി അവൾ ഒരു കൈകൊണ്ട് അവയെ തൊട്ട് തലോടുന്നു. ഭാഗ്യപ്പെട്ട വീട്, മേരിയുടെ സ്നേഹത്തിനും അനുഗ്രഹത്തിനും പാത്രീഭവിച്ച ഭാഗ്യപ്പെട്ട ഭവനം. അവൾ പുറത്തേക്ക് പോകുന്നു. ജോസഫിൻ്റെ ചെറിയ മുറിയിലൂടെ വലിയ മുറിയിലേക്ക് ഇറങ്ങുന്നു. വീട്ടുടമസ്ഥ കണ്ണീരോടെ മേരിയെ ചുംബിച്ച് യാത്രയയക്കുന്നു. അവർ ഷാൾ നീക്കി ദിവ്യശിശുവിൻ്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നു. ഉണ്ണി ശാന്തമായി ഉറങ്ങുകയാണ്. അവർ വെളിയിലുള്ള കോണിപ്പടികൾ ഇറങ്ങുന്നു. പ്രഭാതത്തിലെ ആദ്യ കിരണങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് അല്പാൽപമായി കാണാം. മങ്ങിയ വെളിച്ചത്തിൽ 3 ചെറു കഴുതകളെ കാണുന്നു. ഏറ്റവും കരുത്തുള്ളതിൻ്റെ ചുമലിൽ സാമഗ്രികളെല്ലാം വെച്ചു. മറ്റു 2 മൃഗങ്ങൾക്ക് ജീനിയുണ്ട്. പെട്ടിയും കെട്ടുകളും മറ്റും ആദ്യത്തെ കഴുതയുടെ ജീനിയിൽ സാധനങ്ങൾ വയ്ക്കുന്ന ചട്ടത്തിൽ വെച്ച് ഭദ്രമായി കെട്ടുന്ന തിരക്കിലാണ് ജോസഫ്. ആശാരിപ്പണിക്കുള്ള ഉപകരണങ്ങളെല്ലാം ഒരു കെട്ടാക്കി അത് ചാക്കിന് മീതെ ഉറപ്പിച്ചു വെച്ചു. ഒഴുകുന്ന കണ്ണീരോടെ വിട ചോദിച്ച് മേരി ചെറിയ കഴുതയുടെ പുറത്ത് കയറുന്നു. വീട്ടുടമ ഉണ്ണിയെ കൈകളിലെടുത്തിരിക്കുന്നു. വീണ്ടും ഉണ്ണിയെ ചുംബിച്ച ശേഷം തിരിച്ച് മേരിയുടെ കയ്യിൽ കൊടുക്കുന്നു. തനിക്ക് കയറാനുള്ള കഴുതയെ സാധനങ്ങൾ വഹിക്കുന്ന കഴുതയുമായി ബന്ധിച്ച ശേഷം ജോസഫ് കഴുതപ്പുറത്ത് കയറുന്നു. മേരിയുടെ കഴുതയുടെ കടിഞ്ഞാൻ പിടിക്കുന്നതിന് തൻ്റെ കൈകൾ സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. ബെത്ലഹേം ഒന്നാകെ സമാധാനത്തിൽ ഉറങ്ങുകയാണ്. പൂജകരുടെ സന്ദർശനത്തിൻ്റെ മായാജാല രംഗങ്ങൾ സ്വപ്നം കണ്ടവർ ഉറങ്ങുന്നു.
ബെത്ലഹേമിന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാതെ അവരെല്ലാം ഉറങ്ങുന്നു. ഈ സമയം ജോസഫും മേരിയും ദിവ്യശിശുവിനെയും കൊണ്ട് പാലായനം ആരംഭിക്കുന്നു. ദർശനം ഇങ്ങനെ അവസാനിച്ചു.